Hi, Namaste, welcome back viewers, welcome back to my channel WinTrader. ഓപ്ഷൻസിൽ സക്സസ്ഫുൾ ആയിട്ട് എങ്ങനെ ട്രേഡ് ചെയ്യാം, അതിലൊരു പ്രോപ്പർ എൻട്രി കണ്ടുപിടിക്കുന്ന എങ്ങനെ എക്സിറ്റ് റിവേഴ്സ് പോയിന്റ് ഒക്കെ നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയർ WinTrader ടെക്നിക്കൽ അനാലിസിസ് സോഫ്റ്റ്വെയർ വഴി നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നിഫ്റ്റിയുടെ ചാർട്ടാണ്. അപ്പോൾ കണ്ടിന്യൂവേഷൻ ആയിട്ട് നമുക്ക് 4 ദിവസമായിട്ട് മാർക്കറ്റ് ഡൗണിൽ തന്നെയാണ് പോകുന്നത്. മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിനുള്ളൊരു ചാൻസ് ഇപ്പോൾ കഴിഞ്ഞ 4 ദിവസമായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ കഴിഞ്ഞ 4 ദിവസത്തിൽ എങ്ങനെ പെർഫോമൻസ് സോഫ്റ്റ്വെയർ ചാർട്ട് അനാലിസിസ് കാണിച്ചു എന്നുള്ളതും കൂടെ നിങ്ങൾക്ക് ഗൈഡ് ചെയ്ത് തരാം. അപ്പം ഇതുപോലത്തെ സാഹചര്യത്തിൽ നമുക്ക് ഹ്യൂജ് പ്രോഫിറ്റ് നമുക്ക് ഏൺ ചെയ്യാനുള്ളൊരു വകുപ്പ് നമ്മുടെ സോഫ്റ്റ്വെയറിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ പ്രോഫിറ്റ് ഒന്നും നമുക്ക് കളയാതെ നമുക്ക് നല്ല രീതിയിലൊരു പ്രോഫിറ്റ് എടുക്കാനുള്ള ഒരു മിനിമം ഇൻവെസ്റ്റ്മെൻറ്റിന് ഒരു മാക്സിമം പ്രോഫിറ്റ് നമുക്ക് ഈ ഒരു സമയത്തൊക്കെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ കണ്ണും പൂട്ടി എവിടെ എൻട്രി ചെയ്യാൻ സാധിക്കും. പക്ഷെ നമുക്ക് പ്രഡിക്ഷൻ ചെയ്യാൻ പറ്റില്ല. അത് മാർക്കറ്റ് ഇനി അപ് ട്രെൻഡിലേക്ക് കയറുന്നു പറഞ്ഞിട്ടാണ് ആൾ ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ സോഫ്റ്റ്വെയർ കറക്റ്റായിട്ട് തന്നെ ഇൻഡിഫിക്കേഷൻ കാണിച്ച് റിവേഴ്സ് പോകുന്ന പോയിന്റ് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് സക്സസ്ഫുൾ ആയിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ അത് എങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ പറ്റും ഈ സ്ട്രാറ്റജി എന്നുള്ളത് നിങ്ങൾ ലൈവിൽ കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ ആ ലൈവ് സെക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് എന്നെ കോൾ ചെയ്യുക, വാട്സപ്പ് ചെയ്യുക. Seema Krishna 81390995 ഇതെൻ്റെ വാട്സപ്പ് നമ്പറാണ്. അപ്പോൾ കമ്പനിയെക്കുറിച്ച് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ടോട്ടൽ 8 സ്ട്രാറ്റജികളാണ് കമ്പനിക്കുള്ള. 2009 ഫസ്റ്റ് സ്ട്രാറ്റജി റിലീസ് ചെയ്ത മുതൽ ഇപ്പോൾ ടോട്ടൽ 8 എണ്ണമാണ്. അപ്പോൾ ലേറ്റസ്റ്റ് സ്ട്രാറ്റജിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റിവേഴ്സൽ പോയിന്റ് കറക്റ്റായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇന്നത്തെ നിഫ്റ്റിയുടെ ചാർട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതോടൊപ്പം ഞാൻ OTMൻ്റെ ഒരു ഓപ്ഷൻ കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്, 19,000 പുട്ട്. അപ്പോൾ ഇന്ന് രാവിലെ ബൈസിക്കിൽ 43 വന്നതാണ്. അതിന് ടാർഗറ്റ് 3 എണ്ണം കഴിഞ്ഞിട്ട് മാർക്കറ്റ് നേരെ കയറിയിട്ടുണ്ട്. അപ്പോൾ 43 നമ്മൾ എടുത്ത ഓപ്ഷൻ 163 വരെയാണ് കയറി പറയുന്നത്. അപ്പോൾ ഒരു ഭയങ്കരമായിട്ട് ഹ്യൂജ് അപ് ട്രെൻഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് നമുക്ക് മിനിമം നമുക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെ തന്നെ നമുക്ക് മാക്സിമം പ്രോഫിറ്റ് നല്ല രീതിയിൽ ഏൺ ചെയ്ത് നമുക്ക് ഇന്ന് രാവിലത്തെ ട്രേഡ് തന്നെ, അതായത് മോർണിംഗിലെ ട്രേഡാണ് കാണിക്കുന്നത്. അപ്പോൾ മോർണിംഗിൽ ട്രേഡിൻ്റെ മൊമെൻറ്റ് ഇപ്പോൾ കുറച്ചൊന്ന് തിരിഞ്ഞിറങ്ങാനായിട്ട് ഒരു മൊമെൻറ്റ് ഇല്ലാത്ത രീതിയിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ മോർണിംഗിൽ തന്നെ നമുക്ക് പ്രോഫിറ്റ് നേടിയിട്ട് നമുക്ക് ഹ്യൂജ് പ്രോഫിറ്റിലേക്ക് നമുക്ക് എത്തിയിട്ടുണ്ട് ഇന്നത്തെ. അപ്പോൾ എങ്ങനെ സക്സസ്ഫുൾ ആയി ട്രേഡ് ചെയ്യാമെന്നുള്ളത് നിങ്ങൾക്കൊരു എൻട്രി എടുക്കുന്ന വിധവും കാണിച്ചില്ല. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ നിഫ്റ്റിയുടെ ചാർട്ടാണ്. ലൈവ് റേറ്റ് ഇവിടെ കാണാം. അപ്പോൾ ഇതിനകത്ത് റെഡ് കളർ നമുക്ക് സെല്ലാണ്, ഗ്രീൻ കളർ ബൈ ആണ്. അപ്പോൾ ഇത് രണ്ടും സിഗ്നൽസ് നമുക്ക് അലേർട്ടിലൂടെ കിട്ടും. ഈ അലേർട്ട് മെസ്സേജ് ആയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണിച്ചിരുന്നും കൂടാതെ എല്ലാം നമുക്ക് മേളിലും താഴെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ബൈ വന്നിരിക്കുന്ന നോക്കി, ഈ ബൈ വന്നത് കൺഫേം അല്ല. അത് പറയാൻ കാരണം സിഗ്നൽസ് കൺഫേം ആകാതെ എടുക്കരുത്. ക്യാൻഡിൽ കളർ നോക്കണം, താഴത്തെ കൺഫർമേഷൻ ബാർ നോക്കണം, പ്രൈസിൻ ബൈ സോണും നോക്കണം. ഇപ്പോൾ ബൈ വന്ന ഇവിടെ ക്യാൻഡിൽ ഗ്രീൻ ആകണം. അപ്പോൾ ഇവിടെ ഒരു പുൾ ബാക്ക് പോയിട്ടുണ്ട്, പക്ഷേ പ്രോപ്പറായിട്ട് അവിടെ ഒരു ബൈ സൈഡ് തന്നിട്ടില്ല. നമ്മുടെ സോഫ്റ്റ്വെയർ ആക്ച്വലി എടുക്കാൻ പറഞ്ഞില്ല. അപ്പോൾ ചെറിയൊരു അപ് ട്രെൻഡും ഡൗൺ ട്രെൻഡും ഉണ്ടെന്നുള്ളത് നമ്മുടെ സോഫ്റ്റ്വെയർ തിരിഞ്ഞിറങ്ങാൻ സാധ്യതയുള്ള സിഗ്നൽസ് ആണ് അവിടെ ഒരു കൺഫർമേഷൻ തരത്തില്ല. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വിചാരിക്കുന്ന ഒരു അപ് ട്രെൻഡിലേക്ക് പോകും ഇവിടുന്നാണ്. അപ്പോൾ ചെറിയൊരു അപ്പ് പോയിട്ട് അവിടെ കൺഫർമേഷൻ തരാതിരിക്കുന്ന സ്ഥിതിക്ക് തിരിച്ചിറങ്ങാൻ സാധ്യതയുള്ളതാണ്. അത് നമുക്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാണ്ട് നമ്മുടെ സോഫ്റ്റ്വെയർ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് പിന്നെയും മാർക്കറ്റ് ഇന്നും പിന്നെയും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ സെല്ല് വന്ന ഡീറ്റെയിൽസ് ആണ് മുകളിൽ താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ലേറ്റസ്റ്റ് സെല്ല് പ്രകാരം നമുക്ക് ടോട്ടൽ നോക്കുകയാണെങ്കിൽ 136, 140 പോയിന്റ്സോളം നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ രാവിലെ അവിടെ നിന്ന് ഇപ്പോൾ ഇത് ഓൾറെഡി സെല്ലിലേക്ക് നിൽക്കുന്നുണ്ട്, നമുക്ക് അവിടെ നിന്ന് എടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എടുത്തില്ലെങ്കിൽ സപ്പോർട്ട് ഇവിടെ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പോർഷനിൽ നമുക്ക് ബ്രേക്ക് ഔട്ട് പോയിട്ടുണ്ട്. അവിടെ നിന്ന് എടുത്തിരുന്നെങ്കിൽ 100 പോയിന്റ്സ് എന്തായാലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ബ്രേക്ക് ഔട്ട് പോയ റേറ്റ് പ്രകാരമാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ 18,937 ബ്രേക്ക് ഔട്ട് പോയിട്ടുണ്ട്. അപ്പോൾ 19,000 പുട്ട് നമുക്ക് എടുക്കാമായിരുന്നു. അപ്പോൾ രാവിലെ നിഫ്റ്റിക്ക് ആക്ച്വലി 19,000 പുട്ടിന് ബൈസിക്കിലും വന്നത് അപ്രോക്സിമേറ്റ് 43.90 അത് 3 ടാർഗറ്റുകൾ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് 3 അടിച്ചിട്ട് മാർക്കറ്റ് നേരെ കയറി. അപ്പം സിഗ്നൽസ് വന്നത് കൺഫേംഡ് ആയിരുന്നു, കാരണം ക്യാൻഡിലും ഗ്രീനാണ്, താഴെയും ഗ്രീനാണ്, ബൈസോണും വന്നിട്ടുണ്ട്. അതെല്ലാം കൺഫർമേഷൻ വന്ന് നല്ല രീതിയിൽ ബ്രേക്ക് ഔട്ട് പോയി നല്ലൊരു പ്രോഫിറ്റ് ലെവൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് മാർക്കറ്റ് കുറച്ചൊന്ന് പുൾ ബാക്ക് ആയിട്ട് ഇറങ്ങി. ഇപ്പം റിവേഴ്സലിന് ചാൻസ് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ചാർട്ടിൽ അപ്പം നിഫ്റ്റിയിൽ റിവേഴ്സൽ വന്നു കഴിഞ്ഞാൽ മാത്രം നമ്മളവിടെ കട്ട് ചെയ്താൽ മതി. ഇപ്പം നിഫ്റ്റിയിൽ ഇപ്പോഴും സിഗ്നലാണ്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു കളർ ചേഞ്ചസ് ആയിട്ട് ഇപ്പോൾ കാണുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എക്സിറ്റ് അടിച്ച് പോകാം. അതുവരെ നമുക്ക് ഈ പൊസിഷൻ ഹോൾഡ് ചെയ്യാം, എക്സിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എക്സിറ്റ് പോയിന്റ് നമ്മൾ തീരുമാനിക്കുന്നത് നമ്മുടെ സോഫ്റ്റ്വെയറിൽ കളർ ചേഞ്ചിലൂടെയാണ്. അല്ലെങ്കിൽ ട്രെൻഡ് ലൈൻ വൈസിൽ കുറച്ച് അപ് ട്രെൻഡിലേക്ക് പോകാൻ സാധ്യതയാണ്, അവിടെ കട്ട് ചെയ്തിറങ്ങാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കൺഫർമേഷൻ ബാർ ചേഞ്ച് ആവുന്നവരെ. അപ്പോൾ ഇങ്ങനെ 3 രീതിയിൽ നമുക്ക് എക്സിറ്റ് അടിക്കാം. അപ്പോൾ സിഗ്നൽസ് വന്ന് കൺഫേം ആണ്, ഡയറക്റ്റ് ട്രേഡ് എടുക്കുക. കളർ ചേഞ്ച് വന്ന് അവിടെ കട്ട് ചെയ്ത് വിടുക. അപ്പോൾ അത് നമുക്ക് ഓപ്ഷൻ ചാർട്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പ്രീമിയം ചാർട്ട് ഇവിടെ ആഡ് ചെയ്ത് വെക്കാനുള്ള സൗകര്യമുണ്ട്. വ്യൂവിൽ പോയി സിമ്പിൾസിൽ പോയി കഴിഞ്ഞാൽ ഡയറക്റ്റ് അവിടെ വീക്ക്ലിയുടെയും മന്ത്ലിയുടെയും കോൾ ഓപ്ഷൻ എല്ലാം പൊട്ട് ഓപ്ഷനും എല്ലാം നമുക്ക് കിട്ടും. അപ്പോൾ അത് ഡയറക്റ്റായിട്ട് വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ആഡ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കുക. ആ പ്രീമിയം ചാർട്ടിൽ ഡയറക്റ്റ് ബൈയും സെല്ലും അതിൻ്റെ ടാർഗറ്റ്സും ഡീറ്റെയിൽസ് എല്ലാം കാണിച്ചു തരും. അപ്പോൾ നോക്കിയിട്ട് കൺഫർമേഷൻ വന്ന് ട്രേഡ് എടുക്കുക.
വളരെ സിമ്പിളാണ് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ എങ്ങനെ യൂസ് ചെയ്യുന്നത് നിങ്ങൾ ലൈവ് സെക്ഷനായിട്ട് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സോഫ്റ്റിൻ്റെ പെർഫോമൻസ് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൾ ചെയ്യാം, വാട്സപ്പ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ നിഫ്റ്റിയുടെ പെർഫോമൻസ് നോക്കി കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കഴിഞ്ഞ ദിവസങ്ങളിൽ. ഇപ്പോൾ ഇന്നും മാർക്കറ്റ് സെല്ലാണ്, ഇന്നലെയും സെല്ലായിരുന്നു, അതിന് മുമ്പും സെല്ലാണ്. ഇപ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിൽ അതിന് മുമ്പും സെല്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്ന സെല്ല് കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റ് ഡൗണിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു സൈഡ് വേസ് ഇവിടെ ഒരു ഹൈക്ക് പോയെങ്കിൽ സോഫ്റ്റ് അവിടെ സെല്ല് തന്നെ കാണിച്ചിരിക്കുന്നത്. അതാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ ആക്യുറസി. ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ സെല്ല് വന്നതിന് ശേഷം ഇവിടം വരെ കണ്ടിന്യൂസ് ഡൗൺ ട്രെൻഡ് പോയി ഇവിടെ ചെറിയൊരു ഹൈക്ക് തന്നിട്ടുണ്ട്. പക്ഷേ അത് പിന്നെയും ആക്ച്വലി മാർക്കറ്റ് അവിടെ സെൽ സോൺ തന്നെയാണ് സെല്ലിലേക്ക് തന്നെ ഇറങ്ങുന്നത്. അപ്പോൾ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടാമത് ഇവിടുന്ന് സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ എടുക്കാമായിരുന്നു. അവിടെ നല്ല ഹ്യൂജ് പോയി, ഇന്നലെയും ഹ്യൂജ് ഡൗൺ പോയി, ഇന്നും നല്ല ഇപ്പോഴും ഡൗൺ. ഇപ്പോൾ സൈഡ് വേസ് കാണിക്കുന്നുണ്ട്, ഇതിനകത്ത് സൈഡ് വേസ് ആയിട്ട് റിവേഴ്സ് പോകാനുള്ള ചാൻസ് ആയിട്ട് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ എക്സിറ്റ് അടിച്ച് വിടാം സാർ. ഓക്കെ, അപ്പം കൂടുതലായിട്ട് ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കുക, കോൺടാക്ട് ചെയ്യുക. സീമ കൃഷ്ണ. താങ്ക് യു ഫോർ വാച്ചിങ്.